അയ്യോ അച്ഛാ, ബസ് പോയോ? ഞാനിപ്പോൾ ഇങ്ങ് വന്നേ ഉള്ളൂ അന്നാമ്മേ. എന്നതാ ഇങ്ങനെ അണയ്ക്കുന്നേ? ഓ, ബസ് പോയാലോ എന്നോർത്ത് ഓടിയത്. ചുമ്മാ എക്സസൈസ് ചെയ്യാൻ കിട്ടുന്ന അവസരം നമ്മളായിട്ട് പാഴാക്കണ്ടല്ലോ. അത് നന്നായി. ഹോസ്പിറ്റൽ ബില്ല് കുറയ്ക്കാം. പക്ഷേ ഈ വയസ്സാങ്കാലത്ത് സൂക്ഷിച്ചൊക്കെ വേണേ. തന്നെ ബസ് വരാത്തെ? വന്ന് ഈ ബസ്സും കല്യാണം പോലായി. അതെന്നാ? വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തൊട്ട് വരത്തുമില്ല, പോയാൽ പിന്നെ തിരിച്ചു പിടിക്കാനും പറ്റുകയില്ല. വന്ന് അന്നാമ്മ ഇപ്പോൾ ഫിലോസഫി ഒക്കെ പറയാൻ തുടങ്ങിയ. ഫിലോസഫി അല്ല അച്ഛാ, ടെൻഷൻ പറഞ്ഞതാ. അതെന്നാന്നേ? ചോദിക്കാൻ മറന്നുപോയി. ഇതിപ്പോ എങ്ങോട്ടാ യാത്ര? എന്റെ വീട്ടിലോട്ട് പോവാന്നേ. എന്റെ ചേച്ചിയുടെ കൊച്ചില്ലേ കഴിഞ്ഞ വർഷം കല്യാണം കഴിപ്പിച്ചത്, ഇപ്പൊ പെട്ടിയും കിടക്കെ എടുത്ത് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഡിവോഴ്സ് വേണമെന്നൊക്കെയാ പറയുന്നേ. എന്നതാ കാര്യമെന്ന് ചോദിച്ചില്ലേ? ഓ, ഇപ്പോഴത്തെ കാലത്ത് ഡിവോഴ്സിന് അങ്ങനെ വല്ല കാരണവും വേണം? നമ്മൾ തന്നെ പത്രത്തിൽ എന്തൊക്കെയാ കാണുന്നത്. ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു കൊല്ലുന്നു, പേസ്റ്റിന്റെ നടുഭാഗം ഞെക്കിയാലും ഭർത്താവ് ബന്ധം വേണ്ടാന്ന് പറയുന്നു. അങ്ങനെ എന്തൊക്കെയാ. വന്നിപ്പോ വിവാഹം ഒരു യുദ്ധം പോലെയായി. പ്രശ്നം വിവാഹമല്ല അന്നാമ്മേ, അതിൽ ജീവിക്കുന്ന മനുഷ്യൻ നന്നാവണം. അത് ശരിയാ. നമ്മുടെ കാലത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു, അടിയും വഴക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ബന്ധം വേണ്ടാന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അത് ശരിയാ അന്നാമ്മേ. ആ കാലത്ത് ഞാനും നീയും എന്നുള്ള ചിന്തയ്ക്കപ്പുറം ഞങ്ങൾ എന്ന ചിന്തയുണ്ടായിരുന്നു. അതേന്നെ, ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് ഈഗോ വൈഫൈ പോലെ സ്ട്രോങ് ആ. അത് ശരിയാ. ഈഗോ മുന്നിൽ നിൽക്കുമ്പോൾ ലവ് സൈലന്റ് ആവും. ആ, എന്നാ പറയാനാ, നമ്മുടെ പൂർവികന്മാരുടെ മൂല്യങ്ങളൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് കിട്ടിയിട്ടില്ലെന്ന്. അതങ്ങനെയല്ല അന്നാമ്മു, അത് അവരിൽ തന്നെ ഉണ്ട്. അവരത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല. ആദാമിനെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചത് രണ്ടായിട്ടല്ല, അവർ ഒരു ശരീരമായി തീരും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. വിവാഹം നീയും ഞാനുമല്ല, നമ്മളാവുന്ന ബന്ധമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എന്ത് വില കൊടുത്തും ഞാൻ അതിനെ ജയിക്കുമെന്ന് അവർ ചിന്തിക്കുന്നു. ഇതെൻ്റെ ജീവിതമാണെന്നും ക്ഷമ അതിന് അനിവാര്യമാണെന്നും അവർ മനസ്സിലാക്കുന്നില്ല. എല്ലാം കൈവിട്ടു പോയി കഴിയുമ്പോൾ മാത്രമേ ഇവരെല്ലാം തിരിച്ചറിയുന്നുള്ളൂ. വിവാഹം ഇപ്പൊ വെറും ഒരു കോൺട്രാക്റ്റ് ആയി അല്ലേ? വിവാഹം എന്നത് അന്നും ഇന്നും പവിത്രമായ ഒരു അനുഭവമാണ്. അതിൽ കോൺട്രാക്റ്റ് അല്ല, കമ്മിറ്റ്മെൻ്റ് ആണ് വേണ്ടത്. ഈ നിൽക്കുന്നത് എൻ്റെ ജീവൻ്റെ പാതിയാണെന്നും എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ അന്യോന്യം കൈവിടുകയില്ല എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒന്നാണ് വിവാഹബന്ധം. അതിൻ്റെ അടിസ്ഥാനം ക്ഷമയാണ്. വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരു സ്ത്രീ അസാധാരണമായി ഗർഭം ധരിച്ചാൽ സാധാരണ പുരുഷന്മാർ അവളെ ഉപേക്ഷിച്ചു പോകും. ജോസഫ് എന്താണ് ചെയ്തത്? മറിയാമിനെ ചേർത്ത് പിടിച്ചു. ശരിയാച്ചോ, ഇപ്പൊ എല്ലാരും പെർഫെക്റ്റ് പാർട്ട്ണറിനെ അന്വേഷിക്കുന്നത്. അതുതന്നെയാണ് അടിസ്ഥാന പ്രശ്നം. ശരിയായ പങ്കാളിയെ അന്വേഷിക്കുന്നത് തെറ്റല്ല, പക്ഷേ അങ്ങനെ ആയിത്തീരാൻ നമ്മളും കൂടെ ശ്രദ്ധിക്കണം. വിവാഹം എന്നത് സന്തോഷത്തിൽ മാത്രമുള്ള ഒരു ബന്ധമല്ല, പ്രശ്നങ്ങളിലും സങ്കടങ്ങളിലും കൈവിടാതെ ജീവിക്കുമെന്നുള്ള ഒരു വാഗ്ദാനം കൂടിയാണ്. ശരിയാച്ചോ. വിവാഹം ഫീലിങ്സ് കൊണ്ട് തുടങ്ങും, പക്ഷേ ക്ഷമ, ത്യാഗം, വിശ്വാസം കൊണ്ടാണ് നിലനിൽക്കുന്നത്. ബൈബിളിൽ സ്നേഹം പറയുമ്പോൾ റൊമാൻസ് പറഞ്ഞില്ല, റെസ്പോൺസിബിലിറ്റിയാണ് പറഞ്ഞത്.